നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഴക്കുളം പഞ്ചായത്തിൻ്റെ ഒരു അന്യായം തുറന്നു കാണിച്ചിരിക്കുകയാണ് കുറച്ച് ചെറുപ്പക്കാർ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. നല്ല ശുദ്ധമായ വെള്ളമാണ്. ഞങ്ങളോട് ഓട്ടോക്കാര് പറഞ്ഞു വീട്ടിലെ വെള്ളം കൊള്ളില്ല, കുടിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും കുടിച്ചിട്ടില്ല. ഞാൻ വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുവരും. പണ്ട് ഞാൻ വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുവരുവാണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള ഒരു സ്റ്റാഫുകളും കുടിക്കൂല, കുടിക്കാൻ ഈ വെള്ളം. ഞങ്ങൾ നിൽക്കുന്നത് വാഴക്കുളം പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള കമ്മ്യൂണിറ്റി ഹാളിന്റെ ഫ്രണ്ടിലാണ്. ഇവിടെ എല്ലാ ആഴ്ചയിലും 500-1000 കണക്കിന് ആളുകൾ കല്യാണം കൂടാറുള്ള ഒരു ഓഡിറ്റോറിയമാണ് ഇവിടെ. ഇതിനോട് ചേർന്നുള്ള ഈ കിണറിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ വന്നേക്കുന്നത്. അവിടുത്തെ വെള്ളം ഞങ്ങൾ കഴിഞ്ഞ ദിവസം സാമ്പിൾ എടുത്ത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് കിട്ടിയ റിസൾട്ടാണ്. ഇതിന്റെ അകത്ത് കക്കൂസ് മാലിന്യം ഉണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. ഈക്കോളിൻ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, അതായത് സെപ്റ്റി ടാങ്കിൽ മാത്രം കാണുന്ന ഈക്കോളിൻ ബാക്ടീരിയ ഉണ്ട്. ഈ വെള്ളം കുടിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. ഈ കിണറ്റിൽ നിന്നാണ് ഈ കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന കല്യാണങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാനും വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് എടുക്കുന്നത്. അത് കൂടാതെ വാഴക്കുളം പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ബിൽഡിങ്ങുകളാണ്, വാടകയ്ക്ക് കൊടുക്കുന്ന ബിൽഡിങ്ങുകളാണ്. ഈ ബിൽഡിങ്ങുകള് കുടുംബശ്രീയുടെ ഹോട്ടൽ അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഈ വെള്ളം എടുക്കുന്നത്. അത് കൂടാതെ തൊട്ട് ബാക്കിൽ വാഴക്കുളം പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ഹെൽത്ത് സെന്റർ ഉണ്ട്. അവിടത്തേക്കും ഈ വെള്ളമാണ് എടുക്കുന്നത് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. വാഴക്കുളം പഞ്ചായത്തിന്റെ മേന്മകളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അടിപൊളി ഭരണമാണ് ഇവിടെ നടക്കുന്നത്. പ്രതിപക്ഷവും വലിയ കാര്യമായിട്ടുള്ള റെസ്പോൺസൊന്നും കാണിക്കുന്നില്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പ്രതിപക്ഷം ശക്തമായ രീതിയിൽ പ്രതികരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വ്യക്തിപരമായിട്ടൊരു കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ശക്തമായിട്ടുള്ള രീതിയിൽ ഇതിനെ പ്രതികരിക്കണം. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്യാനുള്ള എത്രയും വേഗം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ജലം ജീവന്റെ നിലനിൽപ്പ്, ശുദ്ധം സുരക്ഷിതം. ഒരു പൊതുസ്ഥാപനത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ട് പക്ക കൊള്ളരുതായ്മയാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഹെൽത്ത് പഞ്ചായത്തിന് റിപ്പോർട്ട് ചെയ്തിട്ട് യാതൊരുവിധ ഉത്തരവാദിത്വമില്ലാണ്ട് ജനങ്ങളുടെ ജീവിതത്തിനും ആരോഗ്യത്തിനും യാതൊരുവിധ ഉത്തരവാദിത്വം കാണിക്കാത്തൊരു ഭരണസമിതിയാണ് വാഴക്കുളം പഞ്ചായത്തിൽ ഇന്നുള്ളത്. ഇവിടെ നടക്കുന്ന കമ്മ്യൂണിറ്റി ഹാളില് സാധാരണക്കാരെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. കാശുള്ളവും വമ്പ ഹോണുകളിലേക്ക് പോകുമ്പോൾ സാധാരണക്കാരൻ കല്യാണം നടത്തുന്ന കമ്മ്യൂണിറ്റിയാണുള്ള അവസ്ഥയാണിത്. സാധാരണക്കാരൻ ഇവിടെ വന്നുകൊണ്ട് ഒരു കല്യാണം നടത്തി കഴിഞ്ഞാൽ വെള്ളം കുടിച്ച് മാരക രോഗിയായി മാറുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പല തവണ വാഴക്കുളം പഞ്ചായത്ത് കമ്മിറ്റി, SDP വാഴക്കുളം പഞ്ചായത്ത് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ 3 മാസം മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 ആഴ്ച മുന്നേ ഇവിടെ അങ്കണവാടി കുട്ടികളെ കൊണ്ടുവന്നിട്ട് ബലിയാടാക്കിയല്ലേ ഈ വെള്ളമല്ലേ അവർക്ക് കൊടുത്തത്? നിങ്ങൾ ഈ ജനങ്ങളുടെ ജീവിതം വെച്ചുകൊണ്ട് ഇവിടെ 1000 രോഗികളെ സൃഷ്ടിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ഇന്ന് ഭരണസമിതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് അധികാരികളായിട്ട് സംസാരിച്ചപ്പോ ഇങ്ങനെ ചെയ്യാനായിട്ട് ഫണ്ടില്ല എന്നാണ് വാഴക്കുളം പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞത്. വാഴക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇരിക്കുന്നത്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ 1.5 കോടി രൂപയോളാണ് വാഴക്കുളം പഞ്ചായത്ത് കമ്മിറ്റി ലാപ്സായി പോയേക്കുന്നത്. ഈ വക ഫണ്ടുകളെല്ലാം ലാപ്സാക്കി കളഞ്ഞിട്ട് ഏറ്റവും അടിസ്ഥാനപരമായ ആരോഗ്യപരമായ വിഷയങ്ങളിൽ വളരെ നിരുത്തരവാദിത്വം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി ഭയങ്കര പരാജയമാണെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ഈ കമ്മ്യൂണിറ്റി ഹാളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ വാഴക്കുളം പഞ്ചായത്ത് ഭരണസമിതി ഭരണത്തിന്റെ കാര്യത്തിൽ വമ്പൻ പരാജയമാണെന്ന് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ബോധ്യപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള വാർത്തകൾക്കും ട്രോളുകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്